കോഴിക്കോടത്തെ സത്യത്തിലെ സാഗരങ്ങൾക്ക് സമാന്തരമായിട്ടൊരു മഹാസാഗരവും കൂടി പൂർത്തീകരിച്ചപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ UDF അനുകൂല തരംഗമാഞ്ഞടിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളം മുഴുവൻ നടന്നു കിടക്കുന്ന നുണപ്രകടനങ്ങൾ നിറച്ചിരിക്കുന്ന പരസ്യ ബോർഡുകളിലാണ് പിണറായി വിജയന്റെ വിശ്വാസം എന്നുള്ളതാണ് കേരളം മുഴുവൻ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നാൻ കഴിയും. ഇത് ഗ്യാരണ്ടിയാണ് UDFന്റെ. ഞങ്ങൾ വന്നാൽ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പ് വരുത്തിയിരിക്കുന്നത് നമ്മുടെ ഉറപ്പാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ന് പറയാനായിട്ട്. രണ്ടാമത്തെ കാര്യം, നമ്മളെ പെൺകുട്ടികൾ നിങ്ങൾക്കറിയാം, പാവപ്പെട്ട വീടുകളിലെ പെൺകുട്ടികൾ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പലപ്പോഴും അവർക്ക് അവസ്ഥ, ഒരു നല്ല വസ്ത്രം ധരിക്കാൻ ചിലപ്പോൾ അവർ പറ്റാറില്ല, പാഠപുസ്തകങ്ങൾ വാങ്ങാൻ കഴിയില്ല, ഫീസ് കൊടുക്കാൻ പറ്റാറില്ല. സ്ത്രീകളെ എംപവർ ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗേൾ ചൈൽഡിനെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ വെച്ച് പ്രതിമാസം നൽകാനുള്ള പദ്ധതിയാണ് രണ്ടാമത്തെ ഗ്യാരണ്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്ഷേമ പെൻഷനുകൾ LDF പറഞ്ഞ 5 കൊല്ലം മുമ്പ് ഞങ്ങൾ വന്നാൽ 2500 രൂപ പെൻഷനാക്കും. 55 മാസവും 1600 രൂപയായിരുന്നു പെൻഷൻ. 55 മാസവും 1600 രൂപയായിരുന്നു പെൻഷൻ. പിന്നീട് പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് മുമ്പ് 2000 ആക്കി 3 മാസത്തേക്ക്. അവർ വാഗ്ദാനം പാലിച്ചില്ല എന്ന് കണക്കിലെടുക്കുന്നതെന്ന് പറയട്ടെ. UDF അധികാരത്തിൽ വരും, അധികാരത്തിൽ വന്നാൽ 3000 രൂപയായിരിക്കും ക്ഷേമ പെൻഷനുകളായി പാവപ്പെട്ട തൊഴിലാളികൾക്ക് 3000 രൂപ ക്ഷേമ പെൻഷൻ. കണ്ണൂർ നടക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാലോ. രാവിലെ ഞാൻ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയെ കാണുകയുണ്ടായി, UDFന് ചുമതലക്കുന്ന സ്ഥാനാർത്ഥി. CPM നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തൊഴിലാളികളുടെ പാർട്ടി എന്നൊക്കെ പറഞ്ഞു. ആ പാർട്ടിയുടെ ഇന്നത്തെ പോക്കിൽ എത്ര പേരാണ് ആ പാർട്ടിയോട് സലാം പറഞ്ഞു വരുന്നത്. കണ്ണൂരിന്റെ കോട്ടയാണെന്നാ പറയുന്നത്. കണ്ണൂര് കോട്ടയാണ്, അവരോട് ആരും ചോദിക്കാനും പറയാനില്ലാത്ത നാടാണ്. CPMന്റെ ആധിപത്യം, പാർട്ടി ഗ്രാമങ്ങൾ. ശരിയാണ്, പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച അവരുടെ തന്നെ ഒരുപാട് ആളുകളുള്ള നാടാണ്. പക്ഷെ അവരെല്ലാവരും നിരാശരാണ്. ഈ 10 കൊല്ലത്തെ ഭരണം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിരാശയുണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കാണ്. കാരണം ഈ പാർട്ടിയുടെ പോക്ക് അവരാഗ്രഹിച്ചതല്ല. ഇത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടല്ല, ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ല, സ്വന്തം ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമാണെന്ന് ആളുകൾ പറയുന്ന അവസ്ഥയാണ്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ശൈലി മാറ്റപ്പെട്ടു. ഇപ്പം നടക്കുന്ന കാര്യം എന്താ വെച്ചാൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആശയത്തോട് യോജിക്കുന്നതാണോ ഈ BJP ആയിട്ടുള്ള കച്ചവടം? കഴിഞ്ഞ കുറെ നാളായിട്ട് ഈ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. നരേന്ദ്രമോദി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാട്ടിലെ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി, വർഗീയമായി വിഭജിക്കാൻ വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഈ നാടിന്റെ യഥാർത്ഥ ചിത്രം മാറ്റിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതേ നരേന്ദ്രമോദിയോട് കൈകോർത്ത് പഠിച്ചിട്ടാണ് ഇപ്പൊ പിണറായി വിജയൻ നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. മോഡിക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ല. പല സീറ്റുകളിലെയും BJPയുടെയും CPMന്റെയും സ്ഥാനാർത്ഥികളെ എടുത്ത് നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാല വിട്ടിരിക്കുകയാണ് അവർ. അങ്ങോട്ടും ഒരു പാലം, ഇങ്ങോട്ടും ഒരു പാലം. അവർക്ക് നമ്മളെ തോപ്പിക്കുക മാത്രം ലക്ഷ്യം. കാരണം മുഖ്യമന്ത്രിക്ക് പേടിയാണ്, EDF പേടിയാണ്. ഒരുപാട് കേസ് നമ്മൾ കണ്ടതല്ലേ. ഇപ്പൊ കേസ് അന്വേഷണമൊന്നുമില്ല, എല്ലാം കോംപ്രമൈസാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു വൻപിച്ച കോംപ്രമൈസ് മുഖ്യമന്ത്രിയാണ് എന്ന് പറയേണ്ട ഒരവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യം അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാറുമായിട്ടും BJPയുമായിട്ടും പോലും കോംപ്രമൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് മടി. ഇതാണ് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നം. പാർട്ടി നയങ്ങൾക്ക് വ്യത്യസ്തമായിട്ട്, പരിപാടികൾക്ക് വ്യത്യസ്തമായിട്ട്, സ്വന്തക്കാർക്ക് വേണ്ടി, സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പിണറായി നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായിട്ടാണ് ആ പാർട്ടിയിൽ തന്നെ ഉരുൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും പൊട്ടും കുറെ. ഏപ്രിൽ 9-ാം തീയതി കഴിഞ്ഞ യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഇപ്പൊ കാണുന്നത് കേവലം മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഈ സ്ഫോടനങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ സ്ഫോടനം എന്നൊക്കെ പറയുന്നത്
വെറും സൂചന മാത്രമാണ്. യഥാർത്ഥ കുറിപ്പ് തരാൻ വേണ്ടി പോകുന്നത് ഏപ്രിൽ 9 പോളിംഗ് കഴിഞ്ഞ് 4 വോട്ടെണ്ണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സീറ്റുകളിൽ പോലും ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളം പോകുമെന്ന് സംശയം വേണ്ട.